IS എന്ന സംഘടന സിറിയയിലും ഇറാഖിലും ആഭ്യന്തര യുദ്ധത്തിലാണ്. അപ്പോൾ അവർ പറയുന്നത് യഥാർത്ഥ ഇസ്ലാം അവരാണ്. അവർ ഇസ്ലാമിൻ്റെ കാലിഫേറ്റ് സ്ഥാപിക്കാനുള്ള ഉദ്യമത്തിലാണ്. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ ഏകദേശം 30 ലക്ഷം മുസ്ലിമുകൾ ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള സ്വരക്ഷയ്ക്കായിട്ട് ഉറ്റുനോക്കിയത് 1000 കിലോമീറ്റർ അകലെയുള്ള ക്രിസ്ത്യൻ യൂറോപ്യൻ രാജ്യങ്ങളിലെയാണ്. അപ്പോൾ നമുക്കറിയാം, അടുത്ത 50 വർഷം ഒരു നയാ പൈസ പോലും വരുമാനമില്ലെങ്കിലും വളരെ സുഭിക്ഷമായിട്ട് കഴിയാനുള്ള കരുതൽ ധനശേഖരം സൗദി അറേബ്യ, കുവൈറ്റ്, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷേ ഈ രാജ്യങ്ങളുടെ അയൽവക്കത്ത് നിന്ന് ഇത്രയും അഭയാർത്ഥികൾ തങ്ങളുടെ ജീവിതം തൃണവൽവൽക്കരിച്ചുകൊണ്ട് ആയിരക്കണക്കിന് അകലെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോയപ്പോൾ അയലാൻ എന്ന 1 വയസ്സുകാരൻ കുട്ടിയുടെ മൃതദേഹം കടൽ തീരത്ത് അടിയുകയുണ്ടായി. ഉടനെ മാർപ്പാപ്പ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കുറച്ച് മുറുമുറുപ്പൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ആഹ്വാനം ചെയ്തു, ഒരു അഭയാർത്ഥിയുടെ പോലും ജീവൻ ഇനി നഷ്ടപ്പെടാൻ ഇടവരരുത്, എല്ലാവരെയും സംരക്ഷിക്കണമെന്ന്. അപ്പോൾ മാർപ്പാപ്പയുടെ ഈ ആഹ്വാനം കേട്ടിട്ട് ജർമ്മൻ ചാൻസലർ ക്രിസ്ത്യാനിയായ ആഞ്ചല മെർക്കറാണ് മുൻകൈയെടുത്ത് യൂറോപ്യൻ യൂണിയൻ വിളിച്ചുകൂട്ടി അതിൻ്റെ കാര്യങ്ങൾ ചെയ്തത്. ഈ ആളുകളെ അവിടെ സംരക്ഷിക്കുകയാണ്. അപ്പോൾ എൻ്റെ ചോദ്യം, യഥാർത്ഥ മാനവികത പ്രസംഗത്തിൽ മാത്രം പോരാ, ഇസ്ലാമിനേക്കാളും മാനവികത കാണിച്ചത് ക്രിസ്ത്യാനിയായ മാർപ്പാപ്പയും ആഞ്ചല മേർക്കറും അവരൊക്കെയാണ്. അപ്പോൾ മാനവികതയുടെ മഹത്വം ഞാൻ അവരിലാണ് കാണുന്നത്. എൻ്റെ ചോദ്യം, നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ സപ്പോർട്ട് IS-നാണോ അതോ മറ്റ് മുസ്ലിം വ്യവസ്ഥിതികൾക്കാണോ? എൻ്റെ പേര് സാബു വടക്കഞ്ചേരി. ബഹുമാന്യായ സുഹൃത്ത് സാബു വടക്കഞ്ചേരിയുടെ ചോദ്യം ഇതാണ്: നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ സപ്പോർട്ട് IS-നാണോ അതല്ല മറ്റു മുസ്ലിം സംഘടനകൾക്കാണോ? അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം, യഥാർത്ഥ മാനവികത യൂറോപ്പിലാണ് എന്ന് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം പറയുകയും ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ IS എന്ന ഒരു പ്രതിഭാസം ഇറാഖിലും സിറിയയിലുമെല്ലാം ഉണ്ടായ ഉടനെ തന്നെ മുസ്ലിം ലോകത്തെ പ്രമുഖരായ പണ്ഡിതന്മാർ മുഴുവനും ഒരേ സ്വരത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യം മാത്രമാണ് ഈ വിഷയത്തിൽ നിച്ച് ഓഫ് ട്രൂത്തിന് പറയാനുള്ളത്. IS ഇസ്ലാമിൻ്റേതല്ല. IS പറയുന്ന ആശയങ്ങൾക്ക് ഇസ്ലാമുമായി ഒരു ബന്ധവുമില്ല. ഇസ്ലാമുമായി എന്തെങ്കിലും ബന്ധമുണ്ടാകണമെങ്കിൽ പരിശുദ്ധ ഖുർആനിൽ നിന്ന്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളിൽ നിന്ന് ആശയങ്ങൾക്കുള്ള പ്രചോദനമുണ്ടാകണം. യഥാർത്ഥത്തിൽ IS ഇസ്ലാം വിരുദ്ധ ശക്തികളുടെ ഒരു സൃഷ്ടി മാത്രമാണ്. ഇസ്ലാം വിരുദ്ധ ശക്തികൾ യഥാർത്ഥത്തിൽ ഇറാഖിലും അറയതേ പോലെയുള്ള സ്ഥലങ്ങളിലും മുൻപ് ഇന്ന് ഉള്ള അഭയാർത്ഥി പ്രവാഹമെല്ലാം തന്നെ കേവലം ഒരു IS കൊണ്ട് മാത്രം ഉണ്ടായി വന്ന ഒരു പ്രതിഭാസമല്ല. അവിടെയെല്ലാം കഴിഞ്ഞ 10-30 വർഷക്കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന സാമ്രാജ്യത്വത്തിൻ്റെ ഇടപെടലും അതിനുള്ള പ്രതിരോധമായി ആ പ്രദേശങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന പ്രാദേശിക സമരങ്ങളും, ആ സമരങ്ങളുടെ അവസാനത്തെ പരിണിതിയായിട്ടാണ് IS എന്നൊരു സാധനം ഉണ്ടായി വന്നിട്ടുള്ളത്. അവിടെ നമ്മൾ അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായുള്ള അതിൻ്റെ വേരുകളെ നമ്മൾക്ക് പരിശോധിക്കാൻ സാധിക്കണം. ആ വേരുകൾ സാമ്രാജ്യത്വത്തിൻ്റെ രാഷ്ട്രീയമാണ്. ലോകമെങ്കും തങ്ങളുടെ സംസ്കാരം അടിച്ചേൽപ്പിക്കണമെന്നും തങ്ങളുടെ കൈകളിലേക്ക് ലോകത്തിൻ്റെ മുഴുവനും എണ്ണസമ്പത്തിൻ്റെ, ഊർജ്ജസമ്പത്തിൻ്റെ അധിനിവേശം, ആധിപത്യം തങ്ങളുടെ കൈകളിലേക്ക് വരണമെന്നും വിചാരിച്ചുകൊണ്ടുള്ള സാമ്രാജ്യത്വത്തിൻ്റെ വളരെ സമർത്ഥമായ ഇടപെടലുകളും കൈകടത്തലുകളും ലോകരാഷ്ട്രീയത്തിലുള്ള അവരുടെ കയ്യേറ്റങ്ങളുമാണ് യഥാർത്ഥത്തിൽ ഇന്ന് മധ്യപൗരസ്ത്യ ദേശങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുടെ മുഴുവനും അടിത്തറ. തീർച്ചയായും അവരാ തെറ്റ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് അവിടെ IS-കാരൻ ചെയ്യുന്ന തിന്മ ന്യായീകരിക്കപ്പെടുന്ന പ്രശ്നമേ ഇല്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം IS-കാരൻ നടത്തുന്നത് അത് മുസ്ലിമിനെതിരാണെങ്കിലും ക്രിസ്ത്യാനിക്കെതിരാണെങ്കിലും ഹിന്ദുവിനെതിരാണെങ്കിലും ഒന്നും തന്നെ അംഗീകരിക്കുവാനോ അനുകൂലിക്കുവാനോ യാതൊരു നിർവാഹവുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെ ഈ രൂപത്തിൽ വളരെ പച്ചയായി തന്നെ മുസ്ലിം പണ്ഡിതന്മാർ ഒരേ സ്വരത്തിൽ IS-നെതിരെ സംസാരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ
ലോകത്ത് അഭയാർത്ഥി പ്രശ്നം ഇപ്പോൾ മാത്രമല്ല ഉണ്ടായിട്ടുള്ളത്. അഭയാർത്ഥി പ്രശ്നം ഇപ്പോൾ മാത്രമല്ല ഉണ്ടായിട്ടുള്ളത്. ലോകത്ത് ഒരുപാട് കാലമായി നിലനിൽക്കുന്ന ഓരോ പ്രദേശങ്ങളിലുമുള്ള പ്രശ്നങ്ങളോടനുബന്ധിച്ചുള്ള അഭയാർത്ഥികളുടെ പ്രവാഹം ഉണ്ടായിട്ടുണ്ട്. പലസ്തീനിൽ നിന്ന് അവിടെയുള്ള പാവപ്പെട്ട ക്രൈസ്തവരും മുസ്ലിങ്ങളുമെല്ലാം കൂട്ടമായി കുടിയിറക്കപ്പെട്ടപ്പോൾ ഉണ്ടായിട്ടുള്ള അഭയാർത്ഥി പ്രവാഹമുണ്ട്. അതേപോലെ തന്നെ മറ്റൊരുപാട് സന്ദർഭങ്ങളിൽ അഭയാർത്ഥികൾ ഉണ്ടായിട്ടുണ്ട്, അഭയാർത്ഥി പ്രവാഹം ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഈ അഭയാർത്ഥി പ്രവാഹത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും മുസ്ലിം രാജ്യങ്ങൾ അവരുടേതായ ദൗത്യങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ മാധ്യമങ്ങൾ എല്ലാം തന്നെ ഈ രൂപത്തിലുള്ള സാമ്രാജ്യത്വത്തിൻ്റെ കൈകളിലാവുകയും അവർ യൂറോപ്പ് ചെയ്യുന്നതിനെ വിഗ്രഹവൽക്കരിക്കുകയും ചെയ്തുകൊണ്ട് ആ രൂപത്തിൽ ഉള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സുഹൃത്ത് സാബുവിനെ പോലെയുള്ള ആളുകൾക്ക് ഈ തെറ്റിദ്ധാരണയുണ്ടാകുന്നത്. ക്രൈസ്തവൻ എന്നോ മുസ്ലിം എന്നോ ഹിന്ദു എന്നോ വ്യത്യാസമില്ലാതെ യഥാർത്ഥത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ മാനുഷികമായ പരിഗണന വെച്ചുകൊണ്ട് നമ്മൾ കൈകോർത്തുകൊണ്ട് ആട്ടിയോടിക്കപ്പെടുന്ന മനുഷ്യരെ, അവരുടെ മനസ്സിൻ്റെ പ്രയാസങ്ങളെ, അവരുടെ ജീവിത പ്രയാസങ്ങളെ തീർക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടവരാണ് നമ്മൾ. അവിടെ അതിൽ ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെയും കാണുന്ന ഒരവസ്ഥയല്ല നമുക്കുണ്ടാകേണ്ടത്. നമ്മുടെ അടുത്ത പ്രദേശത്ത് ഇപ്പോൾ ഒരു വലിയ വെടിക്കെട്ടിൻ്റെ പ്രശ്നമുണ്ടായി. ആ ഉണ്ടായ സമയത്ത് അവിടെയുള്ള ആളുകൾ ഒരുപാട് പ്രയാസപ്പെടുന്ന അവസ്ഥയുണ്ടായി. സ്വാഭാവികമായും ആ പ്രദേശത്ത് ഇപ്പോഴും കുടിവെള്ളത്തിനു വേണ്ടി ദാഹിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്കിടയിലേക്ക് നമ്മൾ മലയാളികൾ എല്ലാവരും, മുസ്ലിമും ക്രിസ്ത്യാനിയും ഹിന്ദുവുമെല്ലാം ഒരേ രൂപത്തിൽ പ്രയാസങ്ങൾ തീർക്കുവാൻ ആവശ്യമായ കുടിനീരുമായി, അതേപോലെ തന്നെ അവനെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നു. അവിടെ മുന്നോട്ട് പോകുന്ന സ്ഥലത്ത് ആർക്കെങ്കിലും അവരിലെ ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെയും ഹിന്ദുവിനെയും വേർതിരിച്ച് കാണുകയും അവരുടെ ലക്ഷ്യത്തെയും മറ്റു കാര്യങ്ങളെയും കുറിച്ച് നമ്മൾ കൈകാര്യം ചെയ്യുകയല്ല ചെയ്യേണ്ടത്. യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ സന്ദർഭത്തിൽ അവരുടെ ലോക രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി തന്നെ, ആ ലോക രാഷ്ട്രീയത്തിൻ്റെ വളരെ സമർത്ഥമായ ഒരു ഭാഗമായി തന്നെ മീഡിയ ഉപയോഗപ്പെടുത്തി അറബ് നാടുകളെ പ്രതിക്കൂട്ടിൽ നിർത്തി അവരാണ് ഏറ്റവും വലിയ സേവന പ്രവർത്തനം ചെയ്യുന്നതെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ IS-ന്റെ എന്തുകൊണ്ടാണ് അഭയാർത്ഥി പ്രവാഹം അങ്ങോട്ടുണ്ടായത്? അതിന് രാഷ്ട്രീയമുണ്ട്. IS-നെ സംബന്ധിച്ചിടത്തോളം IS അതിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നത് അറബ് നാടുകളിലേക്കാണ്. അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഒന്നിച്ചുള്ള, എൻ്റെ സുഹൃത്ത് തന്നെ നിരീക്ഷിച്ചതുപോലെ ഒരു ഇസ്ലാമിക ഖലീഫേറ്റാണ്. അവർ പറയുന്നത് ഒരു ഖിലാഫത്ത്. ആ ഖിലാഫത്ത് സൗദി അറേബ്യ ഉൾപ്പെടുന്ന, കുവൈത്ത് ഉൾപ്പെടുന്ന, അതേപോലെ ഖത്തർ ഉൾപ്പെടുന്ന, UAE ഉൾപ്പെടുന്ന എല്ലാ പ്രദേശങ്ങളെയും തങ്ങളുടെ കൈകളിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ആദ്യം ISIL എന്നും ISIS എന്നും പിന്നെ ISIL എന്നും പിന്നെ ISI എന്നുമെല്ലാം പേരാക്കി മാറ്റിയ ഈ സംഘം ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഓടിപ്പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മറ്റ് അറബ് നാടുകളിൽ സംരക്ഷിതരല്ല എന്ന് അവരുടെ ബോധം കൊണ്ടാണ് അവരങ്ങോട്ട് പോയത്. അതല്ലാതെ ഏതെങ്കിലും അറബ് നാടുകൾ വാതിലടച്ചത് കൊണ്ടല്ല, അവരുടെ ആ ബോധം കൊണ്ടാണ്. കാരണം ഇത് നേരെ പിന്നിലേക്ക് വരുന്നത് ഇങ്ങോട്ട് തന്നെയാണ് ഇതിൻ്റെ ആളുകൾ എന്നുള്ള ബോധം കൊണ്ടാണ് ആ രൂപത്തിൽ യൂറോപ്പിലുള്ള ചില സ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വന്നത്. അവിടെ ഇപ്പറഞ്ഞതുപോലെ ജർമ്മൻ ചാൻസലറുടെ വർത്തമാനം മാത്രമല്ല ഉണ്ടായിട്ടുള്ളത്. യൂറോപ്പിൽ വളരെ ക്രൂരമായ പ്രയാസങ്ങൾ അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ മാർപ്പാപ്പയെ പോലെയുള്ള ആളുകൾ വളരെ നല്ല രൂപത്തിൽ അവിടെ പ്രതികരിച്ച് അവിടെ പറഞ്ഞു, തീർച്ചയായും സ്വാഗതാർഹമാണ്. അതോടൊപ്പം തന്നെ മുസ്ലിം ലോകത്തുള്ള മുസ്ലിം പണ്ഡിതന്മാർ ഇതേ രൂപത്തിൽ തന്നെ ഈ സ്വീകരിക്കുവാൻ ആവശ്യമായ സംവിധാനങ്ങൾ ചെയ്യണമെന്നും ആളുകൾ ആരെങ്കിലും വരികയാണെങ്കിൽ അവർക്ക് എല്ലാ സംവിധാനങ്ങളും ചെയ്യണമെന്നും ആവർത്തിച്ച് പറയുക മാത്രമല്ല, അവിടെയുള്ള ആ പ്രദേശങ്ങളിലുള്ള അഭയാർത്ഥി ക്യാമ്പുകളുടെ മുഴുവൻ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയും ആ പ്രദേശങ്ങളിൽ എല്ലാ സേവന പ്രവർത്തനങ്ങളും അവർക്കുള്ള എല്ലാ പുനരധിവാസ സംരംഭങ്ങൾക്കും നേതൃത്വം നൽകുന്നത് റെഡ് ക്രസൻ്റാണ്. അറബ് നാടുകളിലൂടെ കൂട്ടായ്മയായിട്ടുള്ള അവിടെയുള്ള സേവന പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനകളാണ്. ഞാൻ പറയുന്നത് ആരെങ്കിലും ചെയ്തത് വലുതെന്നോ ചെറുതെന്നോ പറയാൻ വേണ്ടിയല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ അതിൽ
മതം കാണുകയും അതിൽ കേവലം വർഗീയമായ തലം കാണുകയും അതിനെ തങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടി മതപരിവർത്തനത്തിന് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന ചില ലാക്ക് ചില സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം കാണിക്കുന്ന, ലക്ഷ്യത്തെക്കുറിച്ച് ലോകത്തെ ബോധ്യപ്പെടുത്തുന്ന കാര്യപാട്. അഥവാ ഈ അഭയാർത്ഥികളെ വളരെ കയ്യും നീട്ടി സ്വീകരിക്കുന്നു എന്ന തലത്തിൽ നിന്നുകൊണ്ട് അവരെ വളരെ സമർത്ഥമായി അവരുടെ സംസ്കാരത്തിൽ നിന്ന് കൊണ്ടുവരികയും അവരുടെ മതത്തെ മാറ്റി നിർത്തുകയും ചെയ്യുവാൻ അവരെ പ്രചോദിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ആ സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറയുന്നത് അത് ആര് ചെയ്താലും, ഏതെങ്കിലും വിഭാഗം ചെയ്തു എന്നല്ല, ആര് ചെയ്യുകയാണെങ്കിലും അതെല്ലാം തിന്മ. ഇവിടെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇത്തരം പ്രശ്നങ്ങളിൽ മതവ്യത്യാസമല്ല, വിഭാഗങ്ങളുടെ വ്യത്യാസമല്ല. ഇപ്പോൾ നമ്മുടെ പ്രദേശത്തൊരു പ്രശ്നമുണ്ടായി എന്ന് വിചാരിക്കുക, അങ്കമാലിയിൽ ഒരു പ്രശ്നം ഉണ്ടായി എന്ന് വിചാരിക്കുക. അങ്കമാലിയിൽ ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥാവിശേഷമുള്ള ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കുടിയൊഴിച്ച് അടുത്ത പ്രദേശത്തേക്ക് ചെല്ലുമ്പോൾ ആ പ്രദേശത്തുള്ള ആളുകൾ ഇവിടെയുള്ള ആളുകളുടെ മതം നോക്കിയോ വിഭാഗം നോക്കിയോ അല്ല, മറിച്ച് അവരും മനുഷ്യരാണ് എന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാവരെയും പരിഗണിക്കുന്ന ഒരു സംവിധാനമാണ് നമുക്കുണ്ടാകേണ്ടത്. അതാണ് നമ്മളുടെ മാനവികതയുടെ മനസ്സ്. ഇസ്ലാം പഠിപ്പിക്കുന്ന മാനവികതയുടെ മനസ്സ് അതാണ്. ഒരാൾ പ്രയാസപ്പെട്ട് കടന്നു വരുന്ന സന്ദർഭത്തിൽ അയാളുടെ മതം നോക്കണമെന്നല്ല, മറിച്ച് അയാൾ മനുഷ്യനാണോ എന്ന് നോക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന അടിസ്ഥാനപരമായ മാനവികതയുടെ സന്ദേശം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഒരു ചെറിയ സംഭവം മാത്രം ഞാൻ സൂചിപ്പിക്കട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെ പള്ളിയിൽ ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ അധിപനായിരിക്കുകയാണ്. ആ ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ അധിപൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും വലിയ, ഇന്നത്തെ അർത്ഥത്തിൽ പറഞ്ഞാൽ ഭീകരവാദികൾ, ആ പ്രദേശത്ത് എല്ലാ കുഴപ്പവും ഉണ്ടാക്കുന്നത് അവിടുത്തെ ജൂതന്മാരാണ്. ജൂതന്മാർ എപ്പോഴും കലാപകാരികളായി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്ന ആളുകൾ. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളുടെ മനസ്സിൽ ജൂതന്മാരോട് സ്വാഭാവികമായ ഒരു വെറുപ്പ് കലാപകാരികളായതുകൊണ്ടുണ്ടായിരുന്നു. ഈ സന്ദർഭത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലൂടെ ഒരു മൃതശരീരം പോകുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മൃതശരീരത്തെ ബഹുമാനിച്ചു കൊണ്ട് എഴുന്നേറ്റ് നിന്നു. ആ സന്ദർഭത്തിൽ സ്വഹാബിമാർ പറഞ്ഞുപോയി, പ്രവാചക ശിഷ്യന്മാർ പറഞ്ഞുപോയി, പ്രവാചകരെ എന്തിനാണ് അതിനെ ബഹുമാനിക്കുന്നത്? അതൊരു ജൂതൻ്റെ മയ്യത്തല്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ മറുപടിയാണ് എല്ലാവർക്കുമുള്ള മറുപടി. അതൊരു മനുഷ്യൻ്റെ മൃതദേഹമാണ്. ഏതാണ് അവിടെയാണ് നമ്മൾ ആരാണെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന രംഗത്ത്, ദുരിതങ്ങൾ അനുഭവിക്കുന്ന രംഗത്ത് അയാളുടെ മതം നോക്കിയല്ല, മറിച്ച് അയാളുടെ മാനവികത നോക്കി, അയാളുടെ മനുഷ്യത്വം നോക്കി അയാൾ പ്രയാസം അനുഭവിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സഹായിക്കുന്ന ഒരവസ്ഥാവിശേഷമാണ് ഉണ്ടാകേണ്ടത്. അതിൽ നമ്മൾ മതത്തെ കാണാതിരിക്കുക. യഥാർത്ഥത്തിൽ ഇവിടെ സൂചിപ്പിച്ച രൂപത്തിൽ അറബ് നാടുകളെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതിൽ ഇതിലൊരർത്ഥവുമില്ല. എനിക്ക് തന്നെ, ഞാൻ ഒരുപാട് യാത്ര നടത്തുന്നയാളാണ്. ഇങ്ങനെ ഇസ്രയേലിൽ നിന്നാണെങ്കിലും ഇറാഖിൽ നിന്നാണെങ്കിലും പലസ്തീനിൽ നിന്നെല്ലാമാണെങ്കിലും സൗദി അറേബ്യ അടക്കമുള്ള UAE അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് അഭയാർത്ഥികളായി വരികയും അവരെ അഭയാർത്ഥികളായിട്ടല്ല സ്വന്തം സഹോദരങ്ങളായി സ്വീകരിക്കുകയും അവർക്ക് സ്വന്തം സഹോദരങ്ങളെപ്പോലെ പരിഗണിക്കുകയും ചെയ്ത ഒരുപാട് ആളുകളെ വൈയക്തികമായി പരിചയമുള്ളത് കൊണ്ടുകൂടിയാണ് ഞാൻ ഇക്കാര്യം സൂചിപ്പിക്കുന്നത്. ഞാൻ അതിൽ മതപരമായ ഒരു വേർതിരിവ് കണ്ടിട്ടില്ല. പക്ഷേ അതിൽ എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം, പിന്നീട് സൗദി രാജാവിൻ്റേതായിട്ട് ഒരു പ്രസ്താവന വന്നു. അദ്ദേഹം പറഞ്ഞത് വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കും എന്നല്ല, യൂറോപ്പിൽ ചെന്നിരിക്കുന്ന അഭയാർത്ഥികൾക്ക് മോസ്ക് പണിയാൻ സഹായം ചെയ്യുന്നതാണ് പറഞ്ഞത്. പക്ഷെ ആദ്യം മാനവികതയും മനുഷ്യത്വവും കാണിച്ചിട്ട് വേണ്ടേ നമ്മൾക്ക് അത് ചെയ്യാനായിട്ട്. പ്രഭാഷകൻ എൻ്റെ ക്വസ്റ്റ്യനിൽ നിന്ന് കുറച്ച് വഴുതി മാറി പോയി, പിൻ പോയിൻ്റഡായിട്ട് അതിന് ആൻസർ പറഞ്ഞില്ല. തീർച്ചയായിട്ടും അതിൽ മാനവികതയുടെയും ഒരു മാനുഷികതയുടെയും പ്രശ്നമുണ്ട്. അത് ഈ സൗദി രാജാവ് നേതൃത്വം എടുക്കേണ്ട ആളാണ്, അദ്ദേഹം കാണിച്ചില്ല. അവർ അവിടെ ഇവരെ സ്വീകരിക്കാൻ തയ്യാറായിരുന്നെങ്കിൽ ഇത്രയും ദുരിതം സഹിച്ച് അവർ യൂറോപ്പിലേക്ക് പോകില്ല. ആ ഒരു സംഗതി ഉണ്ട് അവിടെ. അത് തീർച്ചയായിട്ടും നിങ്ങൾ സമ്മതിക്കണം. എൻ്റെ സുഹൃത്തിന് ലോകത്തിൻ്റെ ഒരു ഗ്ലോബിനെ കുറിച്ചുള്ളൊരു പരിചയമുണ്ടാകണം. എവിടെ നിന്നാണ് ആളുകൾ പോകുന്നത് എന്നും എങ്ങോട്ടാണ് പോകേണ്ടത് എന്നും അതിന് എവിടെയാണ് പ്രശ്നം നടക്കുന്നത് എന്നുമെല്ലാമുള്ളൊരു ബോധം ഉണ്ടാകണം. അപ്പോൾ ഈ ചോദ്യത്തിന് അപ്രസക്തമാകും. എന്താണെന്ന് വെച്ചാൽ, എവിടെ നിന്നാണ് ആളുകൾ അഭയാർത്ഥികളായി പോകുന്നത്? അവരുമായി താരതമ്യം ചെയ്യുമ്പോൾ സൗദി അറേബ്യ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സൗദി രാജാവ്, ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ഇറാഖിലാണെങ്കിലും സിറിയയിലാണെങ്കിലും ഈ കലാപ പ്രദേശങ്ങളിലാണെങ്കിലും എല്ലാമുള്ള ദുരിതാശ്വാസ ക്യാമ്പുകൾ പരിശോധിക്കുക.
വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ആരാണ് പ്രവർത്തിക്കുന്നത്? ആര് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പണിയെടുക്കുന്നത് ആരാണ്? അതിൻ്റെ ഫണ്ടിങ് ആരുടേതാണ്? ഇവിടെ സൗദി അറേബ്യയെ അടക്കം തകർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന IS എന്ന സംഘടന, ആ സംഘടനയുടെ ദുരിതത്തിന് വിധേയമായി പോകുന്നയാൾ നേരെ സൗദി അറേബ്യയിലേക്കല്ല കടന്നു പോവുക. സ്വാഭാവികമായും ആ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് തോന്നുന്ന സ്ഥലത്തേക്കാണ്. അതാണ് അവിടെ സംഭവിച്ചത്. അതുകൊണ്ടാണ് അവിടെ പോയ ആളുകൾക്ക് പള്ളി പണിയാൻ പറഞ്ഞത് മാത്രമാണ് പത്രങ്ങൾ കണ്ടത്. യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞല്ലോ, സൗദി അറേബ്യ മാത്രമല്ല UAE അടക്കമുള്ള രാജ്യങ്ങളിൽ ഉള്ള സിറിയയിലും അതേപോലെ തന്നെ ഇറാഖിലുമെല്ലാം ഉള്ള ആളുകൾ അവർ വരികയും അവരവിടുത്തെ പിന്നെ അവിടെ സഹോദരങ്ങളായി ജീവിക്കുകയും ചെയ്യുന്ന എനിക്ക് തന്നെ പരിചയമുള്ളതാണ്. ഇവിടെ ലോകത്ത് നടക്കുന്ന സംഭവങ്ങളെ ഒരു പ്രത്യേക രൂപത്തിൽ മാത്രം അവതരിപ്പിക്കണം എന്ന പ്രത്യേക താല്പര്യമുള്ള മീഡിയ അത് അവതരിപ്പിക്കുമ്പോഴാണ് സാബുസാറെ പോലെയുള്ള ഈ ആളുകൾക്ക് ഇങ്ങനത്തെയുള്ള ധാരണയുണ്ടാകുന്നത്. തീർച്ചയായും ഞാൻ പറഞ്ഞല്ലോ, മാർപ്പാപ്പയുടെ ആ രംഗത്തുള്ള വർത്തമാനം തീർച്ചയായും ആകർഷകമാണ്, ഒരു സംശയവുമില്ല. അതേസമയം അതിന് പിന്നിൽ ഉള്ളൊരു മതത്തെ നമ്മൾ ചെയ്യുന്നത് ശരിയല്ല എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ലോകത്തെവിടെയും പ്രശ്നമുണ്ടാകും. ഇപ്പോൾ പലസ്തീൻ വലിയ പ്രശ്നങ്ങളുള്ള സ്ഥലമാണ്. പലസ്തീനിൽ ആരാ പോരാടുന്നത്? നമ്മൾ പലപ്പോഴും ധരിക്കുന്നത് മുസ്ലിങ്ങൾക്കിടെ പിന്നെ ഒരു പ്രശ്നമാണ് പലസ്തീനിലെ പ്രശ്നം എന്നാണ്. പലസ്തീൻ പോരാളികളിൽ പലസ്തീൻ സ്വന്തം നാടിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ മുസ്ലിങ്ങൾ മാത്രമല്ല ഉള്ളത്, മറിച്ച് അവിടുത്തെ ക്രിസ്ത്യാനികളുണ്ട്. ആ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അടങ്ങുന്ന ആളുകളാണ് സ്വന്തം നാടുകളിൽ നിന്ന് കുടിയിറക്കപ്പെട്ടത്, സ്വന്തം വീടുകളിൽ നിന്ന് കുടിയിറക്കപ്പെട്ടത്. അവിടെയാണ് ജൂതന്മാർ വന്നിട്ടൊരു രാഷ്ട്രമുണ്ടാക്കി അവരുടെ അവകാശം തട്ടിയെടുത്തത്. അവിടെ ആ പോരാട്ടത്തിലും ഇതേപോലെ തന്നെ ഉള്ള സഹായങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? എങ്ങനെയാണ് സഹായങ്ങൾ വരുന്നത്? അവിടെയുള്ള ക്രൈസ്തവ പണ്ഡിതന്മാരോട് നിങ്ങൾ ചോദിച്ചു നോക്കുക. ഞാൻ സൂചിപ്പിക്കുന്നത് ഇവിടെ നമ്മൾ അതിൽ ലോക സാമ്രാജ്യത്വത്തിന് ഇതിൻ്റെ പിന്നിൽ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾക്കനുസൃതമായി നിർമ്മിക്കപ്പെടുന്ന വാർത്തകളിൽ മാത്രം നമ്മൾ കുരുങ്ങി നിൽക്കാതിരിക്കുക, മറിച്ച് യാഥാർത്ഥ്യം എന്താണ് എന്ന് നമ്മൾ അന്വേഷിക്കുക. സൗദി രാജാവിൻ്റെ ഈ പ്രസ്താവന മാത്രമാണ് എൻ്റെ സുഹൃത്ത് കണ്ടത്. സൗദി രാജാവിൻ്റെ പ്രസ്താവനയുണ്ടായിരുന്നു, ബില്യൺ കണക്കിന് ഡോളറുകൾ അവിടുത്തെ ദുരിതാശ്വാസത്തിന് വേണ്ടി അനുവദിച്ച പ്രസ്താവനകൾ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇവിടേക്ക് വരുന്ന ആളുകളെ സ്വീകരിക്കുവാൻ സന്നദ്ധമാകണമെന്ന് വളരെ കൃത്യമായി സൂചിപ്പിച്ചുകൊണ്ടുള്ള സൗദി അറേബ്യയിലും UAEയിലുമെല്ലാമുള്ള മുസ്ലിം പണ്ഡിതന്മാരുടെ ശക്തമായ ആവശ്യമുണ്ടായിരുന്നു. അത് വളരെ കൃത്യമായി അവർ പറയുകയും ഇപ്പോഴും നിങ്ങൾക്ക് വേണമെങ്കിൽ വെബ്സൈറ്റുകളിൽ പോയാൽ അവരുടെ സൈറ്റുകളിൽ പോയാൽ കാണാൻ കഴിയും. പക്ഷെ നമ്മുടെ മുന്നിലെത്തുന്ന മീഡിയ അവിടെ കൃത്യമായ ചില ലക്ഷ്യങ്ങളോടുകൂടി പെരുമാറുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. വിഷയം എന്ന് പറയുന്നത് വിഷയത്തിൽ അധിഷ്ഠിതമായി തന്നെയാണ് ഞാൻ സംസാരിച്ചത്. കാരണം വേറെയൊന്നുമല്ല, ഇവിടെ ഞാൻ പറയുന്നത് ഇതിൽ തീർച്ചയായും അവിടെയുള്ളൊരു പ്രശ്നമുണ്ട്. അതിൻ്റെ പിന്നിൽ മതമല്ല, മറിച്ച് സാമ്രാജ്യത്വത്തിൻ്റെ രാഷ്ട്രീയമായ ഇടപെടലുകളാണ്. അതിന് ഇസ്ലാമിൻ്റേതായിരുന്നുവെങ്കിൽ IS എന്ന പ്രതിഭാസം ഇപ്പോഴല്ല, 14 നൂറ്റാണ്ട് മുമ്പുണ്ടാകും. ഇസ്ലാമിൻ്റേതല്ല പ്രതിഭാസം, മറിച്ച് ഇസ്ലാമിക സമൂഹത്തെ തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പരിവർത്തിപ്പിച്ചെടുക്കുവാൻ എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ലോകത്തിൻ്റെ ഊർജ സ്രോതസ് തങ്ങളുടെ കൈകളിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന സാമ്രാജ്യത്വമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇത് നമ്മളെപ്പോലെയുള്ള മൂന്നാം ലോകത്തുള്ള ആളുകൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം. കാരണം യഥാർത്ഥത്തിൽ സാമ്രാജ്യത്വം ലക്ഷ്യങ്ങളായി കാണുന്ന ആളുകൾ നമ്മളും ഉൾപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാനത് പറഞ്ഞത്. നിങ്ങൾക്ക് ഈ രംഗത്തെല്ലാമുള്ള യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ അറബ് നാടുകളിൽ, ഇപ്പോഴുള്ള മുസ്ലിം നാടുകൾ എന്നറിയപ്പെടുന്ന സ്ഥലങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? ആ ചോദ്യത്തിന് നല്ല ക്രിസ്ത്യാനികൾ തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. പ്രൊഫസർ നൈനാൻ കോശിയുടെ ഒരു പുസ്തകമുണ്ട്. പ്രൊഫസർ നൈനാൻ കോശി ക്രൈസ്തവ സഭയുടെ മെമ്പറാണ്. അദ്ദേഹം മിഡിൽ ഈസ്റ്റിലെ എണ്ണയ്ക്ക് വേണ്ടിയുള്ള സമരത്തെക്കുറിച്ചുള്ളൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം വളരെ കൃത്യമായി, മലയാളത്തിൽ എഴുതപ്പെട്ട പുസ്തകമായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വളരെ കൃത്യമായി എന്താണ് എണ്ണ രാഷ്ട്രീയം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. എന്തുവാണ് എണ്ണ രാഷ്ട്രീയം, ആ എണ്ണ രാഷ്ട്രീയത്തിൻ്റെ ഫലമായി എന്തുകൊണ്ടാണ് സാമ്രാജ്യത്വം അവിടങ്ങളിൽ കലാപങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം അതിൽ വളരെ സമർത്ഥമായി സ്ഥാപിക്കുന്നുണ്ട്.
നൈനാൻ കോശി വിദേശ കാര്യ വിഷയങ്ങളിൽ വളരെ വിദഗ്ധനായ വ്യക്തിത്വമാണ്, നമുക്കറിയാം. അതേപോലെ തന്നെ പ്രൊഫസർ നോം ചോംസ്കി അമേരിക്കക്കാരനാണ്, മീഡിയ രംഗത്തെ വിദഗ്ധനാണ്. അദ്ദേഹം വളരെ കൃത്യമായി ഈ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് മുസ്ലിം ലോകത്തുണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെയോ ഇസ്ലാമിക സമൂഹത്തിൻ്റെയോ സൃഷ്ടിയല്ല. വളരെ സമർത്ഥമായി സാമ്രാജ്യത്വത്തിന് എണ്ണയുടെ മുകളിൽ അധീശത്വം ഉണ്ടാക്കുന്നതിന് വേണ്ടി അവർ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് എന്നുള്ള വസ്തുതയാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. അവിടെ അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ അഭയാർത്ഥി പ്രവാഹം ഉണ്ടാകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് IS എന്ന സാധനം ഉണ്ടാകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അൽ-ഖായിദ എന്ന സാധനം ഉണ്ടാകുന്നത്. ഈ അൽ-ഖായിദയും IS-ഉമെല്ലാം പിന്നെ ഈ അവരുടെ പ്രവർത്തനങ്ങളുടെ ഒരു റിപ്പർക്കേഷൻ എന്നുള്ള നിലക്ക്, ഒരു പ്രതിഫലനം എന്നുള്ള നിലക്ക് ഉണ്ടാകുമ്പോഴും ആ പ്രതിഫലനത്തിൻ്റെ ഭാഗമായി വരുന്ന സന്ദർഭത്തിലെല്ലാം മുസ്ലിം പണ്ഡിതന്മാർ വളരെ ശക്തമായ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ട് ഇത് ഇസ്ലാമിൻ്റേതല്ല എന്ന്. നിങ്ങൾക്കറിയാമോ, ഇപ്പോൾ പിന്നെ നമ്മുടെ മീഡിയ ഈ രംഗത്തെല്ലാം നടത്തുന്ന വളരെ സമർത്ഥമായ കളികളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ സെപ്റ്റംബർ 11 സംഭവം ഉണ്ടായി. ആ സംഭവമുണ്ടായപ്പോൾ BBC അടക്കമുള്ള മീഡിയ പ്രസിദ്ധീകരിച്ച ഒരു അന്നത്തെ ഡോക്യുമെൻറ്റേഷൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മീഡിയ എങ്ങനെയാണ് നമ്മളെ തലച്ചോറിലേക്ക് വരുന്നത് എന്ന്. അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ എന്താണ്? ഡോക്യുമെൻറ്റേഷൻ ആ ടിൻ ടവർ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പലസ്തീനിലെ ബാലന്മാർ, പിന്നെ പലസ്തീനിലെ യുവാക്കൾ അവരുടെ കൊടിയുമെടുത്ത് വളരെ വലിയ ആഹ്ലാദ പ്രകടനം നടത്തുന്നു. ഈ ആഹ്ലാദ പ്രകടനവും ഇതും ഇങ്ങനെ മാറി മാറി കാണിക്കുകയാണ്. അഥവാ അവിടെ കത്തുന്ന സമയത്ത് മുസ്ലിം ലോകത്തുള്ളവർ അതിനെ അനുകൂലിച്ചുകൊണ്ട് ആഹ്ലാദ പ്രകടനം നടത്തുന്നു എന്നർത്ഥം. യഥാർത്ഥത്തിൽ മുസ്ലിം പണ്ഡിതന്മാർ, സൗദി അറേബ്യയിലുള്ളവരും ഈജിപ്തിലുള്ളവരുമായിട്ടുള്ള മുസ്ലിം പണ്ഡിതന്മാർ ഒരേ സ്വരത്തിൽ ആ സന്ദർഭത്തിൽ തന്നെ അതാര് ചെയ്താലും അത് ഇസ്ലാമികമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പിന്നീട് മീഡിയ രംഗത്തെ വിദഗ്ധന്മാർ വളരെ കൃത്യമായി കണ്ടെത്തിയ വസ്തുത എന്താ? പലസ്തീനിൽ അവരുടെ ഒരു ആഘോഷത്തോടനുബന്ധിച്ച്, എത്രയോ മുമ്പുള്ള ഒരു ആഘോഷത്തോടനുബന്ധിച്ചുള്ള യുവാക്കളുടെയും കുട്ടികളുടെയും പ്രകടനമാണ് ഈ സംഭവത്തോട് കൂട്ടിച്ചേർത്തുകൊണ്ട് BBC കളിച്ചത് എന്നാണ്. ഇതെന്താണ്? ഈ സംഭവം നടക്കുന്ന സമയത്തുണ്ടായ ഒരു ആഹ്ലാദ പ്രകടനമല്ല, മുമ്പെന്നോ നടന്ന ഒരു ആഹ്ലാദ പ്രകടനത്തിൻ്റെ ഫയലുള്ള വീഡിയോ എടുത്തിട്ടാണ് ഇതിനോടൊപ്പം ക്ലബ്ബ് ചെയ്തിട്ട് പ്രചരിപ്പിച്ചത്. ഇത് മാധ്യമങ്ങളിൽ വന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. നൈനാൻ കോശിയെ പോലെയുള്ള ആളുകൾ സൂചിപ്പിക്കുന്നുണ്ട് കാര്യം. ഞാൻ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ സാമ്രാജ്യത്വത്തിൻ്റെ മെഗാഫോണായ മീഡിയ നൽകുന്ന വിവരങ്ങളുടെ മാത്രം അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കരുത്. തീർച്ചയായും സൗദി അറേബ്യയാണെങ്കിലും മറ്റ് മുസ്ലിം രാജ്യങ്ങളാണെങ്കിലും മറ്റുള്ള യൂറോപ്പിലെ രാഷ്ട്രങ്ങളാണെങ്കിലും ആരാണെങ്കിലും ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ തുറന്ന് സ്വീകരിക്കുവാൻ സന്നദ്ധമാകേണ്ടതാണ്, സംശയമൊന്നുമില്ല. അവിടെ സന്നദ്ധമാകുകയും ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം ഓരോ തലങ്ങളുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ഞാൻ പറയാൻ പരിശ്രമിച്ചിട്ടുള്ളത്. എൻ്റെ സുഹൃത്തിന് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുകയാണ്. ബഹുമാനപ്പെട്ട അക്ബർ സാഹിബ് പറഞ്ഞതെന്ന് മനസ്സിലാവുന്നത്, അവർ സൗദിയിലേക്കോ കുവൈറ്റിലേക്കോ പോയാലും അവിടെ സമാധാനപരമായിട്ട് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ സമാധാനപരമായിട്ട് ജീവിക്കണമെങ്കിൽ യൂറോപ്പിലേക്ക് പോകണം. അവിടെ തന്നെയാണ് ഞാനും പറയുന്നത്. അപ്പോൾ ഇസ്ലാമിനായിരിക്കണം ഇസ്ലാമിക പ്രഭാഷണങ്ങളിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും കൂടുതൽ ദൈവാനുഗ്രഹം കിട്ടേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ദൈവാനുഗ്രഹം മിഡിൽ ഈസ്റ്റിൽ കിട്ടിയിട്ട് അവിടെയായിരിക്കണം ഏറ്റവും കൂടുതൽ സമാധാനം ഉണ്ടാവേണ്ടത്. പക്ഷെ അതില്ല. അപ്പോൾ അതെന്താണ്? അതിൻ്റെ പ്രശ്നം എന്താണ്? അതിന് നമ്മൾ സാമ്രാജ്യത്വ ശക്തികളെ ഒരെയൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ റഷ്യയിൽ ചെച്ചൻ മുസ്ലിം ഭീകരർ ഒരു സ്കൂളിൽ ചെന്നിട്ട് തോക്ക് കൊണ്ട് 1000 കുട്ടികളെ തടവിലാക്കിയിട്ട് അതിൽ 700 പേരെയും വധിച്ചു കളഞ്ഞു. ചൈനയിലെ യുറു പ്രവിശ്യയിലും ഈ വക പ്രശ്നങ്ങളുണ്ട്. ഇവിടെ ഈ 2 സ്ഥലത്തും സാമ്രാജ്യ ശക്തികൾക്ക് യാതൊരു കാര്യവുമില്ല. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ പലയിടത്തും പൊരുത്തപ്പെടുന്നില്ല. എൻ്റെ സുഹൃത്ത് ഇവിടെ പറയുന്നത്, ആദ്യം പറഞ്ഞത് ഞാൻ എന്താ പറഞ്ഞതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ലാന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ്. എന്താണെന്ന് വെച്ചാൽ, എന്താണ് IS പറയുന്നത്? ഞാൻ പറഞ്ഞു സാമ്രാജ്യത്വത്തിൻ്റെതാണ് ഇത് എന്ന് ഞാൻ പറയുന്നതല്ല. ഈ രംഗത്ത് പഠനം നടത്തിയിട്ടുള്ള ഏത് പഠനം എടുക്കുക നിങ്ങൾ. ഇത് പഠനമൊന്നും വേണ്ടല്ലോ. നിങ്ങൾ പിന്നെ നമുക്കെല്ലാവർക്കും നിങ്ങൾ പത്രം നോക്കുന്ന ആളുകളാണല്ലോ. എന്തായിരുന്നു ഇറാൻ ഇറാഖ് യുദ്ധം? അതിൻ്റെ പിന്നിൽ ആരായിരുന്നു?
ഇറാഖിനെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവന്നത്, ഇറാനെതിരെ ഉള്ള യുദ്ധരംഗത്ത് ഇറാഖിനെ ആയുധം കൊടുത്തുകൊണ്ട് സഹായിച്ചത് ആരായിരുന്നു? അഫ്ഗാനിസ്ഥാനിൽ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിനെതിരെ നടന്ന പോരാട്ടത്തെ സഹായിക്കുവാൻ എന്ന രൂപത്തിൽ ആരാണ് ബിൻ ലാദൻ്റെ നേതൃത്വത്തിലുള്ള ടീമിനെ അങ്ങോട്ട് പറഞ്ഞയച്ചത്? ആ ബിൻ ലാദൻ്റെ നേതൃത്വത്തിൽ അഫ്ഗാനിസ്ഥാനിൽ അഫ്ഗാനിസ്ഥാനിൽ ആ രൂപത്തിലുള്ള പ്രവർത്തനം നടത്തിയത് ആരുടെ സപ്പോർട്ട് വഴിയാണ്? നിങ്ങൾ വെറുതെ സാമ്രാജ്യത്വം ഞാൻ വെറുതെ പറയുന്നതല്ല. ഞാൻ പറഞ്ഞല്ലോ, നൈനാൻ കോഷിയെ പോലെയുള്ള ഈ ആളുകൾ, മലയാളത്തിലാണ് ഞാൻ പറഞ്ഞത്, നോം ചോംസ്കിയെ പോലെയുള്ള ആളുകൾ, എഡ്വേർഡ് സയ്യിദിനെ പോലെയുള്ള ആളുകൾ ഇവരൊന്നും മുസ്ലിങ്ങളല്ല. ഇത് ലോകത്ത് എന്നും ഊർജത്തിന് വേണ്ടിയുള്ള സമരം നടന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മൾ പോരാടി. ആരായിരുന്നു ഇന്ത്യയെ പാരതന്ത്ര്യത്തിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ട് കടന്നു വന്നത്? ഞാനതിൽ മതം കാണാൻ ശ്രമിച്ചാലോ? പോർച്ചുഗീസുകാർ 1498 കാപ്പാട് കപ്പൽ ഇറങ്ങുന്ന സന്ദർഭത്തിൽ പോർച്ചുഗീസുകാരൻ ആരാണ്? പോർച്ചുഗീസുകാരൻ ശുദ്ധ ക്രിസ്ത്യാനിയാണ്. മാനുവൽ രണ്ടാമൻ ചക്രവർത്തിയുടെ നിർദ്ദേശപ്രകാരം ലോകത്തെ ക്രൈസ്തവവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കടന്നു വന്നതാണ് യഥാർത്ഥത്തിൽ വാസ്കോഡി ഗാമയുടെ നേതൃത്വത്തിലുള്ള ഈ കപ്പൽപ്പട. അവിടെ നിന്നാണ് ഇന്ത്യയിലെ അധിനിവേശത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത്, വൈദേശിക ആധിപത്യത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത്, അവരുടെ ക്രൂരതകൾ ഉണ്ടായത്. പിന്നീട് പിൽക്കാലഘട്ടത്തിൽ ഡച്ചുകാർ വന്നു, ബ്രിട്ടീഷുകാർ വന്നു. ആരായിരുന്നവരെല്ലാം? അവർ ചെയ്ത ക്രൂരതകൾ എന്തായിരുന്നു ലക്ഷ്യം? അവിടെ മതമല്ല, മറിച്ച് മനസ്സിലാക്കുക, മറിച്ച് അവരുടെ ലക്ഷ്യം അധിനിവേശമായിരുന്നു, അവരുടെ താല്പര്യമായിരുന്നു. യൂറോപ്പ് എന്നും അങ്ങനെയാണ്. അവരന്ന് ബ്രിട്ടീഷുകാരൻ ഇവിടെ കോളനിയാണ് ഉണ്ടാക്കിയത്. മനസ്സിലാക്കുക, ബ്രിട്ടീഷുകാരൻ കോളനി ഉണ്ടാക്കിയത് എന്തിനാ? അവർ പറഞ്ഞത് ഈ നാടിനെ നന്നാക്കാനാണ്, സംസ്കാരമുള്ളവരാക്കാനാണെന്നാ. അത് നമ്മളെ നാട്ടുകാർക്കൊന്നും മനസ്സിലായില്ല. നാട്ടുകാർക്ക് മനസ്സിലായത് അവർ ഇവിടെ അടിമപ്പെടുത്തുകയാണെന്നാണ്. അതുകൊണ്ടാണ് സ്വാതന്ത്ര്യ സമരം ഉണ്ടായത്. ബ്രിട്ടീഷുകാർ ചെയ്ത ക്രൂരതകൾ എന്താണ്? അവർ സത്യക്രിസ്ത്യാനികളായിരുന്നില്ലേ അവിടെ? എന്നിട്ട് നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടി. ആ സ്വാതന്ത്ര്യം യഥാർത്ഥത്തിൽ ഈ ബ്രിട്ടീഷുകാരൻ കോളനി ഉണ്ടാക്കിയത് എന്തിനു വേണ്ടിയാണ് എന്ന് വളരെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കി തരുന്നുണ്ട്. ഇതേ സംഗതി ഇപ്പോൾ ലണ്ടനിലെ മ്യൂസിയം പോയി നോക്കിയാൽ എന്തിനാണ് ബ്രിട്ടീഷുകാരൻ ഇന്ത്യയിൽ കോളനി ഉണ്ടാക്കിയത് നമുക്ക് മനസ്സിലാകും. ഇന്ത്യയിലെ സമ്പത്തുകൾ കൊള്ള ചെയ്ത് കൊണ്ടുപോകാനായിരുന്നു അവർ കോളനി ഉണ്ടാക്കിയത്. അവിടെ അവർ ക്രിസ്ത്യാനിയായിരുന്നു എന്നല്ല പറയുന്നത്, ബ്രിട്ടീഷുകാരനായിരുന്നു എന്നാണ്. ബ്രിട്ടീഷുകാരനായിരുന്നു. ഇന്ത്യയിലെ ക്രിസ്ത്യാനിയും മുസ്ലിമും ഹിന്ദുവും അടക്കുന്ന ഇന്ത്യയിലെ മനുഷ്യരെയാണ്, ഇന്ത്യയിലെ പൗരന്മാരെയാണ് അവർ അടിമപ്പെടുത്താൻ ശ്രമിച്ചതെന്ന് നമ്മൾ പറയുന്നത്. അതിൽ മതവ്യത്യാസം കാണുക എന്നതല്ല നമ്മുടെ രീതി. ഇതേപോലെ തന്നെ ഈ കോളനിവൽക്കരണത്തിൻ്റെ കാലം കഴിഞ്ഞു. രണ്ടാം ലോക മഹായുദ്ധത്തോടു കൂടി യുണൈറ്റഡ് നേഷൻസ് എന്ന രാഷ്ട്രങ്ങളുടെ ഏകീകരണ സ്വഭാവത്തിലുള്ള സംഭവം ഉണ്ടായതോടുകൂടി എന്തുണ്ടായി? ഈ കോളനികളുടെ കാലം കഴിഞ്ഞു. പക്ഷേ യൂറോപ്പിൻ്റെ ഈ അധിനിവേശത്തിന് വേണ്ടിയുള്ള ആർത്തി അവസാനിച്ചിട്ടില്ല. ആ ആർത്തിയുടെ ഭാഗപാട് ഇന്ന് എന്തുകൊണ്ട് മുസ്ലിം ലോകത്ത് പ്രശ്നമുണ്ടാകുന്നു എന്നുള്ള ചോദ്യത്തിന് എഡ്വേർഡ് സയ്യിദ് വളരെ ഒറ്റ സെൻറ്റൻസിൽ മറുപടി പറയുന്നുണ്ട്. എഡ്വേർഡ് സയ്യിദ് മുസ്ലിം അല്ല, പാശ്ചാത്യ ലോകത്തെക്കുറിച്ചുള്ള അമേരിക്കൻ അനാലിസ്റ്റാണ്. നിങ്ങൾ പരിശോധിച്ചൊക്കെ മലയാളത്തിലും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ പരിഭാഷപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അത് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് അവിടെ പ്രശ്നമുണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം അവിടെ എണ്ണയുണ്ട് എന്നാണ്. ആ എണ്ണ രാഷ്ട്രീയം എന്താണ്? ഇപ്പം നമ്മൾക്കറിയുന്ന ചരിത്രമാണല്ലോ. എന്തിനാണ് നമ്മൾ സദ്ദാം ഹുസൈനെ തൂക്കിലേറ്റിയത്? സദ്ദാം ഹുസൈനെതിരെ യുദ്ധമുണ്ടായത് എന്തിനാണ്? സദ്ദാം ഹുസൈൻ അടിമപ്പെടുത്താൻ ശ്രമിച്ചത് എന്തിനാണ്? അവിടെ ഇറാഖിൽ ഭയങ്കരമായ രാസായുധങ്ങളുണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. തീർച്ചയായും സദ്ദാം ഹുസൈൻ്റെ ഭരണത്തോടോ സദ്ദാം ഹുസൈനോടോ നമുക്ക് യാതൊരു താല്പര്യമില്ല. പക്ഷേ ഇറാഖിൽ ഭയങ്കര രാസായുധമുണ്ട് എന്ന് പറയുകയും ആ രാസായുധത്തെ പരിശോധിക്കാനാണ് എന്ന് പറയുക, അതിനെ നശിപ്പിക്കാനെന്ന് പറഞ്ഞിട്ട് ആ രാജ്യത്തെ അങ്ങോട്ട് ബോംബ് വെച്ച് തകർത്ത് കളഞ്ഞു. സ്വാഭാവികമായും പിന്നെ ആളുകൾ വന്ന് പരിശോധിച്ചിട്ട് എവിടെ രാസായുധം കണ്ടില്ല. അവർക്ക് ആവശ്യമുള്ള ഗവൺമെൻറ്റിനെ പ്രതിഷ്ഠിക്കാനുള്ള ഒരു നാടകമായിരുന്നു ലോകത്തിന് മനസ്സിലായി. ഇതാണ് എല്ലായിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ കാണാതിരുന്നിട്ട് എന്താ കാര്യം? ഇതെല്ലാം ആരാണ് ചെയ്യുന്നത്?
അതിൽ ഞാൻ ബിൽ ക്ലിൻ്റൻ്റെയോ അതല്ലെങ്കിൽ പിന്നെ ജോർജ് ബുഷിൻ്റെയോ അതല്ലെങ്കിൽ ഒബാമയുടെയോ മതമല്ല പറയുന്നത്. അത് അവരുടെ അധിനിവേശ താല്പര്യപാട്. നമ്മളെ അതിൽ മതം കാണിക്കുന്നതിൽ വിജയിക്കുമ്പോഴാണ് അധിനിവേശക്കാരൻ വിജയിക്കുന്നത്. അതിനാണ് അവർ മീഡിയ ഉപയോഗപ്പെടുത്തുന്നത്. ഇപ്പോൾ മാത്രമുള്ളതല്ല ഈ അഭയാർത്ഥി പ്രശ്നം. ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് ഇപ്പോൾ പ്രത്യേക സമയത്ത് അഭയാർത്ഥി പ്രശ്നം ഉണ്ടാകുന്നു. അതിൻ്റെ കാരണമായിട്ടാണ് ഞാൻ പറഞ്ഞത്. അതാണ് എൻ്റെ സുഹൃത്തിന് മനസ്സിലായില്ല എന്ന് ഞാൻ പറഞ്ഞത്. സൗദി അറേബ്യയിൽ സമാധാനം ഇല്ല എന്നല്ല പറഞ്ഞത്, മറിച്ച് സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ, പന്തം പേടിച്ച് വടനിലത്ത് ചെന്നപ്പോൾ പന്തം കൊടുത്തിപ്പടാ എന്ന് പറയാറുണ്ട്. എന്താ സംഭവം? സൗദി അറേബ്യ അടക്കമുള്ള നാടുകളെ തകർക്കണമെന്ന ലക്ഷ്യമാണ് ആർക്കുള്ളത്? IS-കാരനുള്ളത് എന്ന് അവർ പ്രഖ്യാപിച്ച കാര്യമാണ്. സൗദി അറേബ്യയിലെ ഗവൺമെൻറ്റാണ് ലോകത്തെ ഏറ്റവും വലിയ താവൂത്തെന്നും അവരെ തകർത്തിട്ട് അവിടെ ഇസ്ലാമികമായ രാഷ്ട്രം സ്ഥാപിക്കലാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്നും പ്രഖ്യാപിച്ച ആളുകളാണവർ. തീർച്ചയായും ഈ ഒരു പിന്നെ അഭയാർത്ഥികളുടെ പ്രവാഹം അതുകൊണ്ട് അങ്ങോട്ടുണ്ടാകാനുള്ള ആ പ്രവാഹത്തിൻ്റെ സാധ്യതയെയാണ് ഞാൻ സൂചിപ്പിച്ചത്. അതേസമയം ഞാൻ എൻ്റെ വൈയക്തികമായ അനുഭവം അടക്കം ഞാനിവിടെ പറഞ്ഞു. എന്താണ്, അങ്ങനെയുള്ള അഭയാർത്ഥികൾ ആയിട്ടുള്ള സിറിയക്കാരാണെങ്കിലും ഇറാഖുകാരാണെങ്കിലും എല്ലാം അവരെ സ്വീകരിച്ചതും കാര്യങ്ങളുമെല്ലാം ഇഷ്ടം പോലെയുണ്ട് എന്നതിന് നേർക്കുനേരുള്ള അനുഭവമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് കേവലം മീഡിയ തരുന്ന മാത്രം വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കരുത് എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ ചുറ്റുപാടും തന്നെയുള്ള സംഭവങ്ങളാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അവിടെ ഉള്ള ആളുകളുടെ ദുരിതം തീർക്കുന്ന കാര്യങ്ങളിലും പ്രയാസങ്ങൾ തീർക്കുന്ന കാര്യങ്ങളിലും മതവ്യത്യാസമല്ല നമ്മൾ പരിഗണിക്കേണ്ടത്, മറിച്ച് അവരുടെ ദുരിതപാട് എന്നത് നമ്മൾ മനസ്സിലാക്കുക എന്നാണ് ആ വിഷയത്തിൽ സൂചിപ്പിക്കുന്നത്.